أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها صدق الله العلي العظيم. وكان نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم رجب شهر الله وشعبان شهري ورمضان شهر عن انس بن مالك رضي الله تعالى عنه اذا دخل رجب قال صلى الله عليه وسلم اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه الصيام والقيام وتلاوة القرآن. ഇസ്ലാമിൽ മാസം പലതുമുണ്ട് എന്നമിൽ അവൽ ശുഹൂറുൽ ബാറകാറജ വന്നതിൽ ശഹറുല്ലാഹ് എന്ന നാമവും അതിനുണ്ട്. അല്ലാഹുവിന്റെ മാസം എന്നതാ പൊരുളന്ന് അവനെ വിത്ത് പാകലും അതിലാണ് അതിപാകമായാൽ തേരദോഷബാന് ശഅബാനു ശഹരി എന്നതാ മൊഴിമുത്ത് അതിലൂടെ കൊയ്യാം റമദാൻ എന്നൊരു തോപ്പ്. ഇസ്ലാമിൽ മാസം പലതുമുണ്ട് എന്നതിൽ അവൽ ശുഹൂറുൽ ബാറകാറജബം അതിൽ ശഹറുല്ലാഹ് എന്ന നാമവും അതിലുണ്ട്. അല്ലാഹുവിന്റെ മാസം എന്നതാ പൊരുളന്ന് അവരിന്നെ വിത്ത് പാകലും അതിലാണ് അതിപാകമായാൽ പേരദോഷബാന് ശഅബാനു ശഹരി എന്നതാ മൊഴിമുത്ത് അതിലൂടെ കൊയ്യാം റമദാൻ എന്നൊരു തോപ്പ്. അല്ലാഹു നമ്മുടെ സദസ്സിൽ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് അതിൻ്റെ എല്ലാ ബർക്കത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ റജബിന്റെ മഹത്വം അല്ലാഹു വിശുദ്ധമായ ശഅബാനിലേക്കും പിന്നീട് പരിശുദ്ധമായ റമളാനിലേക്കും അല്ലാഹു നമ്മളെയും നാവുമായി ബന്ധപ്പെട്ടവരെയും എത്തിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ 3 മാസങ്ങളിൽ അവരെ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ഈ പരിശുദ്ധ മാസത്തിന്റെ ഹഖ്ജാത്ത് ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നീക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹുവേ ഈ റജബിന്റെയും വരാൻ പോകുന്ന ശഅബാനിന്റെയും റമദാനിന്റെയും മഹത്വം കൊണ്ട് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം നാം നിലകൊള്ളുന്ന പരിശുദ്ധമായ റജബ് മാസമാണ്. റജബിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ഒരുപാട് മാസങ്ങളുണ്ട്. ഞാൻ നേരത്തെ പാടി വെച്ചതുപോലെ
മാസങ്ങളെമ്പാടുമുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അള്ളാഹു നമുക്ക് തയ്യാറാക്കിയ പവിത്രമായ പുണ്യമായ ഒരുപാട് മാസങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഓരോ മാസത്തിലും അതിൻ്റെതായ ബറക്കത്തും അതിൻ്റെതായ മഹത്വവും അതിൻ്റെതായ ഫളീലത്തും മതപണ്ഡിതന്മാർ പണ്ഡിത മതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഓരോ മാസത്തിലും റമദാൻ മാസത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിന് മുത്ത് റസൂൽ ജനിച്ച മാസമായതുകൊണ്ട് അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഓരോ മാസത്തിനെയും കണക്ക് പറയുന്ന കൂട്ടത്തിൽ മഹാന്മാരായ ഇമാമികൾ പറയുന്നത് കാണാം. റമദാൻ അതുപോലെ മറ്റുള്ള മാസങ്ങളൊക്കെ പിന്നീട് വന്നതാണ്. പക്ഷേ അബുൽ ബശർ ആദം നബി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ അബുൽ ബശർ ആദം നബി ഇസ്ലാത്തു വസ്സലാമിന്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ ഉണ്ടായ ബഹുമാനിച്ച ആദരിച്ച ഒരു മാസമാണ് റജബ്. അതുകൊണ്ടാണ് അതിനൊരു പേര് വന്നത് റജബുല്ലാഹ് ഷഹ്റുല്ലാഹ്. റജബുൽ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹദീസിൽ വന്നത് കാണാം, അസ്ഖലാനി തങ്ങൾ പറയുന്നത് കാണാം, റജബുൽ ഷഹ്റുല്ലാഹ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാൻ ഷഹ്രി, ശഅബാൻ എന്റെ മാസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാൻ ഒരു നേതാവിനെ കൊണ്ട് പറ്റില്ല. എന്റെ എന്ന് പറയാൻ അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളിൽ ഒന്ന് എന്റെ എന്ന് സ്വാർത്ഥപരമായി പറയാൻ ലോകത്ത് ഒരൊറ്റ ഒരു നായകന് മാത്രമേ സാധിക്കൂ. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത. അപ്പൊ ശഅബാൻ ഷഹരി, ശഅബാൻ എന്റെ മാസമാണ്. പിന്നെ അവിടുന്ന് പറഞ്ഞു റമദാൻ ശഹ്റു ഉമ്മത്തി, റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ, എല്ലാ മാസങ്ങളെയും പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ റജബിന്റെ മഹത്വം പറയുമ്പോൾ, റജബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, റജബിന്റെ ഫളീലത്ത് പറയുമ്പോൾ, റജബിന്റെ പോരിശ സംസാരിക്കുമ്പോൾ, ആ റജബ് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇമാമിങ്ങൾ, ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും മിഹ്റാബിന്റെ ചോട്ടിലായാലും അല്ലാതെയായാലും പള്ളിയിലെ ഇമാമുമാരുമായാലും നമ്മൾ സാധാരണക്കാരാണ്. എല്ലാവരും ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. അത് ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു വെച്ച ദുആ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ദഖല റജബുൻ, റജബ് മാസം കടന്നു വന്നു കഴിഞ്ഞാൽ, റജബ് മാസം കടന്നു വന്നു കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ് എന്ന് അവിടുന്ന് ദുആ ചെയ്യും. പോരാ വബല്ലിഗ്നാ റമദാൻ, പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ എന്ന് അവിടുന്ന് ആരാക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് ദുആക്ക് വേണ്ടി ദുആ ചെയ്യുക മാത്രമല്ല, റജബ് വന്നു കഴിഞ്ഞാൽ പുണ്യ റസൂലിനെ കാണാൻ കഴിയൂല. പുണ്യ റസൂലിനെ വീടിന്റെ അകത്തളത്തിൽ കാണാൻ കഴിയൂല. മസ്ജിദുൽ നബവിയിലോ അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളിൽ, മസ്ജിദുൽ ഹറാമിൽ അല്ലെങ്കിൽ മസ്ജിദുൽ നബവി അല്ലെങ്കിൽ ജന്നത്തുൽ ബഖീയിലാണ് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂടാറ് എന്ന് ചരിത്രം പറയുന്നതാണ്. അല്ലാഹുവിലേക്ക് ഇങ്ങനെ ആരാധന ചെയ്ത് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് വന്നാൽ തന്നെ തന്റെ കുടുംബക്കാരെ ഉണർത്തും, തന്റെ കുടുംബക്കാരെ വിളിക്കും റജബാണ്. ഇനി വരാൻ പോകുന്നത് ശഅബാനാണ്. റജബിൽ വിജയിച്ചാൽ ശഅബാനുണ്ട്, ശഅബാൻ വിജയിച്ചു കഴിഞ്ഞാൽ റമദാനുണ്ട്. ഒരാൾ എങ്ങനെയാണോ റജബിൽ ജീവിച്ചത്, ഒരാളുടെ ജീവിതം റജബിൽ എങ്ങനെയായിരുന്നു, അത് കണ്ടിട്ടാണ് പിന്നീട് ആ മനുഷ്യന്റെ വിജയ പരാജയങ്ങൾ അളന്നെടുക്കാൻ സാധിക്കുക എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുക. ആ റജബിനെ അതിൻ്റെതായ രീതിയിൽ തനതായ ശൈലിയിൽ ഒരാൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റജബ് നമുക്കറിയാം ഒരുപാട് പ്രത്യേകത പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്ന കാണാം, എല്ലാ ദിവസവും ഓരോ അമല് ചെയ്യുമ്പോഴും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിലേക്ക് കണക്ക് ബോധിപ്പിക്കലുണ്ട്.
അള്ളാഹുവിന്റെ കോർട്ടിലേക്ക് ഒരു കണക്ക് ബോധിപ്പിക്കലുണ്ട്. അത് അസ്ർ നമസ്കാരത്തിന് ശേഷമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്ന കാണാം. ഓരോ അമലും ഓരോ ദിവസത്തിന്റെയും അസ്ർ നമസ്കാരത്തിന് ശേഷം മേൽപോട്ട് ഉയർത്തപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് അള്ളാഹുവിന്റെ മാസമായതുകൊണ്ട് ആ മാസത്തെ പരിഗണിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ പരിഗണിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ മാസമായ റജബിനെ പരിഗണിക്കല് അള്ളാഹുവിനെ പരിഗണിക്കുന്നതിന് തുല്യമാണ്. എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം ഒരാൾ ചെയ്യുന്ന അമലിനെ അള്ളാഹു അവനിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതിനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. എന്തേ കാരണം? ഉയർത്തപ്പെടുന്ന അള്ളാഹു അറിയാത്തത് കൊണ്ടല്ല. അള്ളാഹു എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും നന്നായിട്ട് അറിയുന്നവനാണ്. അള്ളാഹു എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും നന്നായിട്ട് അറിയുന്നവനാണ്. പക്ഷെ എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാണാം, കൈഫ തറക്തുൽ ഇബാദ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഹദീസ് പറയുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിനറിയാം. വിശിഷ്യ നമ്മുടെ റജബ് മാസം അള്ളാഹുവിന്റെ മാസമായതുകൊണ്ട് ബാക്കിയുള്ള മാസം അള്ളാഹുവിന്റെ മാസം എന്നല്ല അതിന്റെ അർത്ഥം. അതിനൊരു പ്രത്യേകത കൊടുക്കുന്നത് വലിയ ചരിത്രമുണ്ട്. ഒരു വലിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ധിക്കാരികളായ ഒരു വർഗമാണ് മുദർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം. സ്വന്തക്കാരെ പോലും വെട്ടി നുറുക്കുന്ന, കശാപ്പ് ചെയ്യുന്ന, വാളുകൊണ്ട് മാത്രം സംസാരിച്ച് ശീലമുള്ള മുദർ ഗോത്രം എന്ന് പറയുന്ന വിഭാഗം അവർ അടങ്ങിയിരുന്നത് റജബ് മാസത്തിലായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങിയിരിക്കാൻ കാരണം അവർ ആ റജബിനെ അത്രയും ബഹുമാനിച്ചു. റജബ് അള്ളാന്റെ മാസമാണ്. അതിൽ അള്ളാഹ് കോപിക്കും. അവർക്ക് പോലും പിടിപാടുണ്ട്, നമുക്ക് പിടിപാടില്ല. അവർ മുദർ ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിലെ ഏറ്റവും ധിക്കാരികളായ ഒരു വർഗമാണ്, വിഭാഗമാണ്. അവർ പോലും അന്ന് പാട് അവരുടെ പുറകിലേക്ക് ഇട്ട് വെക്കും. ഒരാളെ നോവിക്കാനോ ബുദ്ധി നോവിക്കാനോ വേദനിപ്പിക്കാനോ അന്ന് ഒന്നിനും അവർ ബുദ്ധിയില്ല. കാരണം അള്ളാനെ ശിക്ഷിക്കുന്ന അവർ ഭയന്നു എന്നതാണ്. 7 മാസത്തെ പരിഗണിച്ചില്ലെങ്കിലും റജബിനെ അവർ വല്ലാതെ പരിഗണിച്ചു. കാരണം ആ റജബിന് അത്രയും വലിയ പവറുണ്ട്, ഫളീലത്തുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ തറക്തുൽ ഇബാദ്. എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ അടിമകൾ ഉപേക്ഷിച്ച് വന്നത്? നിങ്ങൾ പോരുമ്പോൾ എൻ്റെ അടിമകളുടെ അവസ്ഥ എന്താ? എന്റെ അടിമകളുടെ അവസ്ഥ എന്താണ് എന്ന് മലക്കുകളോട് അല്ലാഹ് ചോദിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റജബിൽ നമ്മൾ തുടക്കം കുറിക്കാൻ കഴിയും. റജബിലേക്കും റജബിന്റെ പുണ്യത്തിലും പുണ്യം ആഗതമാക്കി അത് ശഅബാനിലേക്കും. റജബ് എന്ന് പറഞ്ഞാൽ വിത്ത് ഇറക്കുന്ന മാസം. മഹാന്മാർ അങ്ങനെ ഒരു പ്രത്യേകത നോക്കുന്നത്. റജബ് വിത്ത് ഇറക്കുന്ന മാസം, ശഅബാൻ വിത്തിനെ വെള്ളം കൊടുത്ത് നനച്ച് പാകപ്പെടുത്തുന്ന മാസം, റമദാൻ അത് കൊയ്യുന്ന മാസമാണെന്ന് പണ്ഡിതന്മാർ അതിനെ സൂചിപ്പിക്കുന്നതാണ്. എന്തേ കാരണം? അത്രയും മഹത്തരമുള്ളത് കൊണ്ടാണ് അങ്ങനെ പണ്ഡിതന്മാർ പറയാൻ കാരണം. ഏതായാലും ആ തുടക്കത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ആ റജബ് നമ്മിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ എല്ലാവരും ചുണ്ടിന് ചുണ്ടോട് പരസ്പരം കൈമാറിയ ദുആയുണ്ട്. എന്താ ദുആ? اللهم بارك لنا في رجب وشعبان وبلغنا رمضان. أنس بن مالك رضي الله تعالى عنه പറയുക, ദഖല റജബ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ قال صلى الله عليه وسلم الله رسول دعاء ചെയ്യാറുണ്ട്, اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ റജബിലും ശഅബാനിലും ബറകത്ത് ചൊരിയണേ അല്ലാഹ്. പോരാ വബല്ലഗനാ റമളാൻ, റമളാന്റെ മാസപ്പിറവിയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പറയാൻ അമൽ എന്ന് പറയുന്ന സംവിധാനം ഈ റജബിനെ പ്രത്യേകം ബഹുമാനിക്കണേ, പരിഗണിക്കണേ ഉമ്മമാരെ, സഹോദരിമാർ. ഇത് പറയാൻ കാരണം എല്ലാ ദിവസവും റജബിലല്ല, റജബ് അല്ലാത്ത മാസങ്ങളിലും പക്ഷെ റജബിൽ പ്രത്യേകമായ ഒരു പരിഗണന അല്ലാഹു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ മാസമായതുകൊണ്ട്
അവിടുന്നാണ് എല്ലാം തുടക്കം കുറിക്കുന്നത്. റജബിലാണ് കടങ്ങൾ വീട്ടേണ്ടത്, റജബിലാണ് ബാധ്യതകൾ വീട്ടേണ്ടത്, റജബിലാണ് മരണത്തിന് വേണ്ടി തയ്യാറാവേണ്ടത്, റജബിലാണ് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാം ഒരുങ്ങേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. എല്ലാത്തിനും ടാക്സ് ഉണ്ടാകും, എല്ലാത്തിനും ടാക്സ് ഉണ്ടാവും. ഒരു അവധി കഴിഞ്ഞാൽ മാർച്ച് മാസങ്ങളിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ വരാറുള്ളത്, മാർച്ച് മാസങ്ങളിലാണ് മറ്റേ അടവിന്റെ ആൾക്കാർ വരാറുള്ളത്, മാർച്ച് മാസത്തിലാണ് എല്ലാത്തിനെയും പിടിവലിക്കാർ വരാറുള്ളത്. അതുപോലെ ഒരു മനുഷ്യന്റെ എല്ലാം ഗണിക്കപ്പെടുന്ന മാസമാണ് റജബ് മാസം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ടല്ലേ അവിടുന്ന് പറഞ്ഞത് എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം, എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം അല്ലാഹുവിലേക്ക് അവരെ ഉയർത്തപ്പെടുമെന്ന് അവിടുന്ന് പറയാണ്. എന്റെ കാരണം അല്ലാഹുവിനെ നമ്മളെ കുറിച്ച് അറിയായിട്ടല്ല, അല്ലാഹുവിനെ ഞങ്ങളെയും എന്നെയും നിങ്ങളെയും കുറിച്ച് നല്ലമായി ബോധ്യമുള്ള ആള് തന്നെയാണ്. പക്ഷേ എങ്കിലും ചോദിക്കും, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ റജബ് മാസത്തിൽ പ്രത്യേകമായി പരിഗണിക്കണേ. അല്ലാഹുവേ ഞങ്ങളെ നീ നന്നാക്കണേ. അല്ലാഹ് റജബിനെയും ശഅബാനിനെയും അതിലൂടെ റമദാനിനെയും വരവേൽക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കൈഫ തറക്കുൽ ഇബാദ്. അല്ലാഹ് ചോദിക്കുമത്രേ, അല്ലാഹ് ചോദിക്കുമത്രേ, എന്റെ അടിമകളെ നിങ്ങൾ ഉപേക്ഷിച്ച് വരുമ്പോൾ എന്താണ് അവരുടെ അഹ്വാനം, എന്താണ് അവരുടെ അവസ്ഥയെന്ന് അല്ലാഹ് ചോദിക്കും മലക്കുകളോട്. അപ്പൊ അവർ പറയും, ഞങ്ങൾ പോകുമ്പോഴും അവർ നിസ്കാരത്തിലാണ്, തിരിച്ചു വരുമ്പോഴും അവർ നിസ്കാരത്തിലാണ്. മലക്കുകൾ റബ്ബിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങളെയും നീ അങ്ങനെയാക്കണേ അല്ലാഹ്. മലക്കുകൾ രേഖാമൂലം റബ്ബേ നിന്റെ അടുക്കൽ വരുമ്പോ ആ നല്ലത് പറയുന്ന ഗണത്തിലേക്ക് സാധുക്കളായ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്. ഈ മാസത്തെ പരിഗണിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ചേർത്തി തരണേ റഹ്മാനേ. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, അങ്ങനെ മാത്രമല്ല എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകളെ റബ്ബിലേക്ക് ഉയർത്തപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ടല്ലേ അല്ലാഹു റസൂൽ പറഞ്ഞത്, യുഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വാഇം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, യുഹിബ്ബു അൻ യുർഫഅ അമലി, എന്റെ അമൽ ഇഷ്ടപ്പെടുന്നു, ഉയർത്താൻ ഇഷ്ടപ്പെടുന്നു. എങ്ങനെ ഇഷ്ടപ്പെടുന്നു? വഅന സ്വാഇം, നോമ്പുകാരനായ നിലക്ക് എന്റെ അമലുകൾ എന്റെ റബ്ബിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്റെ നോമ്പിനെ പ്രത്യേകമാക്കാൻ കാരണം, റജബ് മാസം 1 മുതൽ നോമ്പെടുക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, മുഅ്മിനാത്തുകളുണ്ട്. റജബിന്റെ മഹത്വം അത്രയും വലുതാണ്. റജബ് 27 രാവിലെ പുണ്യമുണ്ട്. റജബ് 27 രാവിലെ ഇസ്ലാം മിഅ്റാജിന്റെ വേള സന്തോഷിക്കുന്ന വേളയിൽ അതുമായി ബന്ധപ്പെട്ട് നോമ്പെടുക്കുന്നവരാണ് ലോക മുസ്ലിങ്ങൾ മുഴുവൻ. പക്ഷേ റജബ് 1 തന്നെ 90 ദിവസവും നോമ്പെടുക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. റജബ് 1 തൊട്ട് റമദാൻ അവസാനത്തെ പൊന്നം വെളിമാനത്ത് തെളിയുന്നത് വരെ നോമ്പെടുക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ലോകത്തുണ്ട്. അല്ലാഹുവേ അവരെ പോലെ ഞങ്ങളെയും നീയാക്കി തരണേ തമ്പുരാനെ. അല്ലെങ്കിൽ അവരെ പോലെ അവരെ സ്നേഹിക്കാൻ നമുക്ക് നീ കൽബ് നൽകണേ അല്ലാഹ്. അവരെ സ്നേഹിക്കാൻ, അവരെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കൽബ് നൽകണേ റഹ്മാനെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എല്ലാ അമലും ഉയർത്തപ്പെടും, എല്ലാ അമലും ഉയർത്തപ്പെടും. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം അമലുകൾ ഉയർത്തപ്പെടും. പക്ഷേ എല്ലാ തിങ്കളാഴ്ചരാവും വെള്ളിയാഴ്ചരാവും അമലിന് ഉയർത്തപ്പെടും. പക്ഷെ ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ അമൽ ഉയർത്തപ്പെടണം. എങ്ങനെയാണ് ഉയർത്തപ്പെടേണ്ടത്? യുഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വാഇം. നോമ്പുകാരനായ എന്റെ അമലിന്റെ റബ്ബിലേക്ക്, എന്റെ യജമാനായ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഹബീബികളെയും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും മഹത്വമുണ്ട് റജബിന്. ചില പണ്ഡിതന്മാർ കാണാം, ആഗ്രഹത്തിന്റെ ഒരു കലണ്ടർ ഉണ്ടെങ്കിൽ അതിൽ 1ാമത്തത് റമദാൻ മാസം, അവസാനത്തെ ശഅബാൻ ആയിരിക്കും. റമദാൻ കൊണ്ട് തുടങ്ങിയിട്ട്
അവസാനിക്കുന്നത് ഷഅബാനിലായിട്ട്. നമ്മൾ ഇപ്പം കാണുന്ന കലണ്ടർ നമ്മുടെ ഇതൊക്കെ ദുനിയാവിലെ കാര്യങ്ങളാണ്. ആഖിറത്തിന്റെ ഒരു കലണ്ടർ ഉണ്ടെങ്കിൽ അതിൽ ആദ്യം തുടങ്ങുന്ന റമദാൻ കൊണ്ടായിരുന്നു, അവസാനിക്കുന്നത് ഷഅബാൻ. കാരണം ഷഅബാൻ അവസാനിക്കാൻ കാരണം ഷഅബാനിൽ റമദാൻ ആഖിറത്തിന്റെ ഒരു കലണ്ടർ ഉണ്ടായിട്ട് അവസാനം അത് ഷഅബാനിൽ അവസാനിക്കാൻ പറയാൻ കാരണം പണ്ഡിതന്മാരെന്താ അങ്ങനെ പറയാൻ ഷഅബാനു ശഹരീ, ശഅബാൻ എന്റെ മാസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ഒന്ന് പരിഗണിക്കണം. ശഅബാൻ നല്ലോണം പരിഗണിക്കണം. കാരണം അത് നമ്മുടെ കരളായ പരിശുദ്ധ പ്രവാചകന്റെ മാസമാണ്. നല്ലോണം വെള്ളമൊഴിച്ച് അതിനെ തളിർക്കേണ്ട മാസമാണ് ശഅബാൻ. അതുകൊണ്ടാണ് ഷഅബാൻ ശഹരീ, ഷഅബാൻ എന്റെ മാസമാണെന്ന് പറയാൻ കാരണം. ഏതായാലും ഒരു കാര്യം തുടങ്ങണം. റജബ് 6 മുതൽ 21 ദിവസം വരെ ഏറ്റവും നല്ല ദിവസങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ റജബ് മുഴുവനുമില്ലെങ്കിൽ ഷഅബാൻ മുഴുവനുമില്ലെങ്കിൽ റജബ് 6 മുതൽ 21 ദിവസം വരെ ഏറ്റവും നല്ല ദിവസമാണ്. നമ്മുടെ ദിനചര്യ ആദ്യം ഒന്നാക്കി മാറ്റാൻ കഴിയും. 6 മുതൽ 21 വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയണം. ഹാബിറ്റ്സ് എന്ന് പറയും, ഇംഗ്ലീഷിൽ വിളിച്ചിട്ടുണ്ട്. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടുന്ന ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ 6 മുതൽ 21 വരെ അത് എത്തിലും അങ്ങനെയാണ്. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. 6 മുതൽ 21 ദിവസം വരെ പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ ദിനചര്യയാക്കി മാറ്റാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ പറയാം. അപ്പൊ ഏതായാലും പരിശുദ്ധ റജബിലാവട്ടെ നമ്മുടെ ആ ഒരു ദിനചര്യ തുടങ്ങേണ്ടത്. റജബ് മാസം നമ്മിലേക്ക് വന്നു. ആ റജബിൽ തന്നെ നമ്മൾ ഒരു തീരുമാനമെടുക്കണം, ഒരു നിയ്യത്തെടുക്കണം. അല്ലാഹുവേ, ഞാൻ മുതൽ നിന്റെ അടിമയാണ്, യഥാർത്ഥ അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് റജബിൽ എന്താണ് റബ്ബിനോട് ചോദിച്ചത്, ആ ചോദിച്ചത് മുഴുവനും അവനിക്ക് ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവ്വലു ശുഹൂരിൽ ബറക, ബറകത്ത് ആദ്യമായി രേഖപ്പെടുത്തിയ മാസമാണ് റജബിന്റെ മാസം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ പറയുന്നത്, എന്ത് വിഷയവും അങ്ങനെയാണ്. റമളാനിലേക്കുള്ള മുന്നൊരുക്കമാണ് ഇത്, റമളാനിലേക്കുള്ള ചവിട്ടുപടിയാണ് റജബും ശഅബാനും എന്ന് പണ്ഡിതന്മാര് പറയാം. ശരീരത്തിനൊന്ന് തസ്ബിയത്ത് ചെയ്യലാണ്. അൽ ഖൈറു ഹാജത്തുൻ വശർറു ലജാജത്തുൻ, അങ്ങനെയല്ല പണ്ഡിതന്മാർ പറഞ്ഞത്. അൽ ഖൈറു ഹാജത്തുൻ, നന്മ എന്ന് പറയുന്നത് എന്താണ്? ഹാജത്താണ്, ആവശ്യകതയാണ്. ശർറ് എന്ന് പറഞ്ഞാൽ ലജാജത്തുൻ, അതെന്താണ്? മോശമായ തലങ്ങളാണ്. ഏറ്റവും മോശമായ ടേണിംഗ്, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ ടേണിംഗ് ഉണ്ടാവും. ആ മോശമായ ടേണിംഗ് തുടങ്ങുന്നത് അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കാതെ അതിനെ നിരസിക്കുന്നവർ അവന്റെ ജീവിതത്തിന്റെ മോശമായ ടേണിംഗിലൂടെ കടന്നു പോകും, മോശമായ ജീവിതത്തിലൂടെ കടന്നു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടല്ല വമയ്യു അള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞ ആയത്താണ് വമയ്യു അള്ളിം ശആഇറല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ ശിആറുകളെ ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അപ്പോൾ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാം, അത് ഹൃദയത്തിന്റെ തഖ്വയാണ്. അല്ലാഹു ബഹുമാനിച്ചതാണ് റജബ് മാസം, അല്ലാഹു ബഹുമാനിച്ചതാണ് ശഅബാൻ ശഹരി എന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞ ശഅബാൻ മാസം. അല്ലാഹു ബഹുമാനിച്ച് നമുക്ക് വേണ്ടി സമ്മാനിച്ചു തന്ന മാസമാണ് റമളാൻ. ഉമ്മത്തി, റമളാൻ മാസവും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലോട്ട് നിയത്ത് വേണേ, മനസ്സിലോട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി അതിനെ ബഹുമാനിക്കാനുള്ള കൽബ് നമുക്കുണ്ടായാൽ, മനസ്സൊന്ന് കാണിച്ചാൽ അതിനും വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിനും കൂടിയുണ്ട്, അതിനും റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതാപമുണ്ട്, വലിയ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേയും അങ്ങനെ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുക്കാറുണ്ട്. വീടിന്റെ കുറ്റിയടിക്ക് വേണ്ടി ഞാൻ നല്ല ദിവസം തിരഞ്ഞെടുക്കാറുണ്ട്. ഹജ്ജിന് പോകാൻ, ഉംറയ്ക്ക് പോകാൻ നല്ല ദിവസം തിരഞ്ഞെടുക്കാറുണ്ട്. വിവാഹത്തിന് വേണ്ടി നല്ല സമയം നോക്കാറുണ്ട്, നല്ല മാസം നോക്കാറുണ്ട്. ഇതുപോലെ ഏതിനും ഒരു നല്ല സമയം നോക്കുമ്പോൾ ഏറ്റവും നല്ല സമയവും നല്ല മാസവും അള്ളാന്റെ മാസമായ റജബാണ് എന്ന് പണ്ഡിതന്മാര് പറയാം.
പണ്ഡിതന്മാർ പറയുകയാണ് റജബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമാണ്. ഒരു കാര്യം നമ്മൾ ഇങ്ങനെ തുടങ്ങണം, ഒരു നന്മ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോകും. ചരിത്രം പറയുന്നത് കാണാം. എന്തിനാണ് പറയുന്നത്? ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ നന്മ പിന്നെ കൈവിടാൻ പറ്റൂല. എല്ലാവരും നന്മയല്ലേ. ഇന്നയാളെന്നോ ഇന്ന ആൾക്കാർക്കോ ഇന്ന ജാതിയെന്നോ ഇന്ന വിഭാഗമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ജീവിയാണെന്നോ നോട്ടമുണ്ടാവുക. ഒരു നന്മ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നന്മയിൽ തന്നെയായിരിക്കും. ഒരു നായ ഇങ്ങനെ പോവാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടന്നു പോകുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലൂടെ ഒരു നായ കൊണ്ട് കടന്നുപോയി. ഒരു നായ കൊണ്ട് കടന്നു പോയപ്പോൾ പെട്ടെന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് ഒരു നായോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് നീ പോകും, അള്ളാഹു നിനക്ക് 1000 ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഒരു നായോട് പറയണം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് അള്ളാഹു നിനക്ക്, താങ്കൾക്ക് അള്ളാഹു ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ, പൊയ്ക്കോ എന്ന് നായോട് പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാ ഒരു മനുഷ്യനോട് പറയുന്ന പോലെ ഒരു നായോട് ഇങ്ങനെ പറഞ്ഞത്? അപ്പയാണ് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ പറ്റാത്ത, ഒരാളെയും വേദനിപ്പിക്കാൻ പറ്റാത്ത, ഒരാളെയും മോഹിക്കാൻ പറ്റാത്ത മാസമാണ് റജബ് മാസം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായി രേഖപ്പെടുത്തി വെക്കും. കാരണം അല്ലാഹുവിന്റെ മാസമായതുകൊണ്ട് തന്നെ, അള്ളാന്റെ മാസമായതുകൊണ്ട് തന്നെ അത് അള്ളാന്റെ പ്രത്യേകമായി രേഖപ്പെടുത്തി വെക്കും. അതിന് വല്ലാത്ത ശിക്ഷയാണ്. അതുകൊണ്ട് മുഖറിന്റെ കാര്യം പറയാൻ കാരണം. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നായോട് പോയിക്കോ, അള്ളാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നായോട് പറഞ്ഞപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, മനുഷ്യനോട് പറയുന്നത് പോലെ എന്തിനാ പ്രാണിയായ ആ നായോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, ഞാനത് ശീലിച്ചു പോയ വാക്കാണ്, എൻ്റെ ശീലത്തിൽപ്പെട്ടതായ കാര്യമാണത്. അത് മാറ്റാൻ പറ്റുകയില്ല. ഒരാൾ പറയുന്നത് എന്താണോ ജീവിതത്തിൽ, അത് തന്നെയാണ് മരണം വരെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. നോക്കണേ, നിങ്ങൾ ഒന്നുമിണ്ടാത്ത നികൃഷ്ട ജീവി എന്ന് നമ്മൾ പരിഗണിക്കുന്ന എണ്ണപ്പെടുന്ന നായോട് പോലും വളരെ മോശമല്ലാത്ത രീതിയിൽ വളരെ മാന്യമായി പറഞ്ഞുവെങ്കിൽ നമ്മൾ ആലോചിക്കണം, അവർക്ക് ജീവിതത്തിന്റെ ഏറ്റവും സമുന്നതമായ ഉത്തുംഗതിയിൽ എത്തി നിൽക്കുന്നവരാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ നന്നാക്കിയത് സ്വഭാവമാണ്, കൂലിക്കാണ്. നമ്മൾ നേരെയാക്കേണ്ടതും സ്വഭാവമാണ്, കൂലിക്കാണ്. ഏതായാലും റജബ് കടന്നു വരുമ്പോൾ ഒരുപാട് പവിത്രത പറയുമ്പോൾ മാസങ്ങളെ ആദ്യമായി അല്ലാഹു ബറക്കത്ത് നൽകിയത് ഈ മാസത്തിലാണ്. ആദ്യമായി അല്ലാഹു എല്ലാം സംവിധാനിച്ചത് ഈ മാസത്തിലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ എല്ലാവരും പരിഗണിക്കുന്നത് ഈ മാസത്തെയാണ്. എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധ ഖുർആൻ ഞാൻ ആദ്യം തന്നെ ഓതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും നല്ല മരുന്ന് എന്താണ്? സൂറത്ത് ശംസിലൂടെ അല്ലാഹു നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സൂറത്ത് ശംസിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റജബ് വന്ന് നമ്മോട് സലാം പറയുന്നതിന് മുമ്പ് റജബിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കി വെക്കേണ്ടത്? ഈ റജബിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവനും ചെയ്യണം. റജബിൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കണേ. നന്നാക്കണേ റഹ്മാനേ. പരിശുദ്ധ ശംസ് സൂറത്ത് ശംസിൽ അല്ലാഹു പറയുന്നത് കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വശംസി വദുഹാഹാ. അല്ലാഹു പറയാണ് ഖുർആനിലൂടെ, വശംസി വദുഹാഹാ, സൂര്യാസ്തമനം നിറച്ചുകൊണ്ട് സൂര്യനെ അനുഗമിക്കുന്ന സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. അതുപോലെ പ്രഭാതം തന്നെയാണ് സത്യം. വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം.
അള്ളാഹു പറയാണ് സൂര്യനെ അനുഗമിച്ച് വരുന്ന ചന്ദ്രൻ തന്നെയാണ് സത്യം. അള്ളാഹ് ഇങ്ങനെ ഓരോന്നിനും സത്യം ചെയ്യണം. ഇതിന്റെ പവിത്രത കാണിക്കാൻ വേണ്ടി ഒരാളുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാവണം, നന്മ ഉണ്ടാവണം എന്ന് പറയുന്നിടത്ത് അള്ളാഹു തന്നെ മാതൃക കാണിക്കാൻ അള്ളാഹ് പറയാണ് എന്ത് പറയുകയും സത്യം ചെയ്ത് പറയുമ്പോൾ അതിന് പിന്നീട് അടിസ്ഥാനം ഉണ്ടാകണം, ആധാരം ഉണ്ടാകണം. ജീവിതത്തിൽ അത് അങ്ങോട്ട് കാണാൻ കഴിയണം. പിന്നെ ഖുർആനില്ല, റമദാൻ കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദില്ല, റമദാൻ കഴിഞ്ഞാൽ പിന്നെ വിത്റില്ല, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഓത്തില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, പിന്നെ തോന്നിയ പോലെയില്ല. അങ്ങനെ ആയാൽ മനസ്സിലാക്കാം അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, അള്ളാഹു അവളെ ഏറ്റെടുത്തിട്ടില്ല, അള്ളാഹു നമ്മളെ ഏറ്റെടുത്തിട്ടില്ല എന്നതിന്റെ തെളിവാണ് അതിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹു ഖുർആനിലൂടെ പറയാണ് വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ, സൂര്യനെ അനുഗമിച്ച് വരുന്ന ചന്ദ്രൻ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹാ അള്ളാഹു പ്രത്യക്ഷമാക്കി തരുന്ന പകലിനെ തന്നെയാണ് സത്യം. ഓരോന്നിനും റബ്ബ് സത്യം ചെയ്യുകയാണ്, ഓരോന്നിനും അള്ളാഹു സത്യം ചെയ്ത് അവസാനം പറഞ്ഞു വരുന്നത് എവിടേക്കാണെന്നറിയണം. വന്നഹാരി ഇദാ ജല്ലാഹാ, അള്ളാഹു പ്രത്യക്ഷമാക്കി തരുന്ന പകലിനെ തന്നെയാണ് സത്യം. അള്ളാഹ് വീണ്ടും പറയുകയാണ്, അള്ളാഹു വീണ്ടും പറയുകയാണ്, ആവരണമായി നിങ്ങൾക്ക് പുതപ്പ് പോലെ തന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. ആവരണമായി നിങ്ങൾക്ക് പുതപ്പ് പോലെ ആക്കി തന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. ഉപരിലോകത്തെ ഗോളങ്ങളെ തന്നെയാണ് സത്യം. ഉരണ്ട ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി പരന്നതായി സംവിധാനിച്ച ആ സംവിധാനത്തെ തന്നെയാണ് സത്യം. ഉരുണ്ട ഭൂമിയാണ്, പക്ഷെ കാണുമ്പോൾ പരന്നതാണ്. അല്ലാഹു പറയാണ് ഉരുണ്ടതിനെ പരന്നതായി നിങ്ങൾക്ക് സംവിധാനിച്ച ആ റബ്ബിനെ തന്നെയാണ് സത്യം, ആ സംവിധാനത്തെ തന്നെയാണ് സത്യം. എന്നിട്ടോ രണ്ടാമതും പറഞ്ഞ വാക്യമല്ലാത്ത വാക്കാണ് വനഫ്സിൻ വമാ സവ്വാഹാ, കൃത്യമായ നേർരേഖയിൽ മനുഷ്യ ശരീരം സംവിധാനിച്ച റബ്ബിനെ തന്നെയാണ് സത്യം. കൃത്യമായ നേർരേഖയിൽ പറയുന്നതിന് വേണ്ടിയാണ് റജബാണ്, റജബിലാണ് അള്ളാഹ് മനസ്സിലാക്കേണ്ടത്. നാം നമ്മളെ മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ വഖദ് അറഫ നഫ്സഹു വഖദ് അറഫ റബ്ബഹു, മൻ അറഫ നഫ്സഹു വഖദ് അറഫ റബ്ബഹു എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഒരാൾ അവന്റെ ശരീരത്തിലേക്ക് നോക്കി മനസ്സിലാക്കിയാൽ, ആ ശരീരഘടനയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനിക്ക് അവന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് അള്ളാഹനെ മനസ്സിലാക്കേണ്ട മാസം കൂടിയാണ് റജബ്. നമ്മളെ മനസ്സിലാക്കേണ്ട മാസം കൂടിയാണ് റജബ്. നിങ്ങൾക്കറിയോ അള്ളാഹുവിനോടുള്ള സ്നേഹം എത്രയാണെന്നറിയോ? അള്ളാഹുവിനോടുള്ള ഇബാദത്തിനോടുള്ള ഇഷ്ടം എത്രയാണെന്നറിയോ? അതറിയണമെങ്കിൽ അള്ളാഹ് എന്ന് മനസ്സറിഞ്ഞ് വിളിച്ചു നോക്കണം. നമ്മൾ ചോദിക്കുമ്പോൾ കുറച്ചാണ് ചോദിക്കാറുള്ളത്, പക്ഷേ അള്ളാഹ് ഒന്നുമില്ലാത്തവനല്ല. ചോദിക്കേണ്ടതെല്ലാം റബ്ബിനോട് ചോദിക്കണം. 3 ചോദിക്കേണ്ടടുത്ത് 10 ചോദിക്കാൻ നമുക്ക് പറ്റണം. ചോദിക്കാൻ നമുക്ക് മടിയാണ്. ചോദിച്ചാൽ കിട്ടുമോ എന്ന സംശയത്തോടു കൂടിയാണ് നമ്മൾ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ യഖീനില്ലാത്തത് കൊണ്ട്, ഉറപ്പില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ കരങ്ങളിൽ എത്തിപ്പെടാതെ പോകുന്ന പല നിയമത്തുകളുമുണ്ട്. ആ നിയമത്ത് നമ്മുടെ കരങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. യഖീനോടുകൂടി അല്ലാഹുവിലേക്ക് പൂർണ്ണമായി തന്റെ സംസ്കാരങ്ങളും തന്റെ ജീവിത ശൈലിയും നിസ്കരിക്കുമ്പോൾ നാം പറയാറില്ല إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. നിസ്കരിക്കാൻ കൈകിട്ടുന്നത് ഇസ്രാ മിഅ്റാജ് രാപ്രയാണമാണ്. ഒരു മനുഷ്യന്റെ മുഅ്മിനായ മനുഷ്യന്റെ രാപ്രയാണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാപ്രയാണം ചെയ്തിട്ടുണ്ട്. റജബ് 27-ാം രാവിലെ ലോകത്തിന്റെ അത്ഭുതങ്ങളെ പോലും സ്തംഭിച്ചു പോയിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ കയറി ഏഴാൻ ആകാശവും കടന്നതിന് ആരോഹണം ചെയ്ത്
ചെയ്തത്. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത്. അവിടെ നിന്നാണ് സമ്മാനമായി കൊടുത്തത്. നമുക്ക് നിസ്കാരം എന്ന മാസമാണ് റജബ് മാസം. പക്ഷെ നമുക്കങ്ങനെ ആകാശം കയറിച്ചെല്ലാൻ കഴിയൂല. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആകാശരോഹണം നിസ്കാരമാണ്, നിസ്കാരമാണ്, നിസ്കാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആകാശാരോഹണം എന്ന് പറയുന്നത്, ഒരു മുഅ്മിനത്തായ പെണ്ണിന്റെ ആകാശാരോഹണം എന്ന് പറയുന്നത്, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് അവളുടെ നിസ്കാരമാണ്, അവന്റെ നിസ്കാരമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് റജബാണ്. ആ റജബിലെ അല്ലാഹനെ മനസ്സിലാക്കാൻ കഴിയണം. നമുക്ക് നമ്മളെയും മനസ്സിലാക്കാൻ കഴിയണം. പരസ്പരം മനസ്സിലാക്കലോടുകൂടിയാണ് അള്ളയും അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആയം കൂട്ടി ഉറപ്പിക്കലാണ് റജബിന്റെ പ്രത്യേകത എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അടിമയും ഉടമയും തമ്മിലുള്ള കരാറിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, അലസ്തു ബിറബ്ബികും വലാ വശഹിദിന. അതുപോലെ അടിമയും ഉടമയും തമ്മിലുള്ള കരാറിന്റെ ഒരു ഊട്ടി ഉറപ്പിക്കലാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വനഫ്സിൻ വമാ സവ്വാഹാ, കൃത്യമായ നേർരേഖയിൽ മനുഷ്യ ശരീരം സംവിധാനിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം നിർത്തിയിട്ടില്ല. അല്ലാഹു പറയാണ് മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള അറിവ് ജന്മനാ നൽകിയ റബ്ബിനെ തന്നെയാണ് സത്യം. ആശയം അങ്ങനെയാണ്. മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള അറിവ് ജന്മനാ നൽകിയ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ചെറിയ മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണം പറയാ, ചെറിയ മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത തെറ്റാണെങ്കിൽ അവർ നാണിച്ചിരിക്കുന്നു. എവിടുന്നാ ബുദ്ധി വന്നത്, എവിടുന്നാ തോന്നൽ വന്നത്, എവിടുന്നാ ചിന്താശകലം ഉള്ളിലേക്ക് കയറി വന്നത്? അത് തന്നെയാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മഹാന്മാര് അല്ലാഹന്റെ മാസമായി മാസത്തിലാണ് അല്ലാഹനെ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ് കാരുണ്യമുള്ളവനാണ് നമ്മൾ പറഞ്ഞു പഠിക്കാറുണ്ട്. അല്ലാഹ് വല്ലാതെ പൊറുക്കുന്നവനാണെന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലാഹു വല്ലാതെ തൗബ സ്വീകരിക്കുന്നവനാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം മാനദണ്ഡം എന്താണ്? അതിനപ്പുറത്തേക്ക് വല്ലാത്തൊരു മാധുര്യമുണ്ട്. ആ അല്ലാഹു ആരാണെന്നറിയാൻ ഒരുപാട് നമസ്കരിച്ചത് കൊണ്ടല്ല, ഒരുപാട് ഓതിയത് കൊണ്ടല്ല, ചെയ്യുന്നത് കുറച്ചാണെങ്കിലും കൽബിലേക്ക് തട്ടിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ചെയ്യുന്നു. അതേ റബ്ബിനെ ഓർത്ത് കണ്ണടിഞ്ഞു കഴിഞ്ഞാൽ, കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാലാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ മാതാവ് ചേർത്ത് പിടിക്കുന്നത് പോലെ അല്ലാഹു നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു പിഞ്ചു കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാര്, ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അതിലും വലിയ മനസ്സത്തോടുകൂടി, അതിലും വലിയ സ്നേഹത്തോടുകൂടി, അതിലും വലിയ വാത്സല്യത്തോടെ അല്ലാഹു അവന്റെ ഇബാദിനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അല്ലാഹു തആല പറയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലോ ഖദ് അഫ്ലഹ. അല്ലാഹു വീണ്ടും പറയാണ് ഖദ് അഫ്ലഹ. ആരപ്പിന് വിജയിച്ചു മറന്നു. ഈ റജബ് വന്ന്, ശഅബാൻ വന്ന്, റമദാൻ വന്ന് അതിന്റെ വൈകൽ പോയി. നമ്മൾ സാധാരണ പറയുന്ന പോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിക വശഅബാൻ വബല്ലഗ്നാ ശഅബാൻ, നമ്മളിങ്ങനെ കുറച്ചങ്ങനെ എന്തൊക്കെ ചെയ്ത്, കുറച്ചങ്ങനെ എന്തൊരു സാധാരണ തള്ളിവിടുന്ന പോലെ അതിനെങ്ങനെ തള്ളിവിട്ട് റജബൊക്കെ പോയി. പിന്നെ ഷഅബാനൊക്കെ പോയി. ഷഅബാൻ ഒരുപാട് സ്വലാത്തെല്ലാണ്ടാവും, അതങ്ങനെ തള്ളി നീക്കി. അത് കഴിഞ്ഞ് റമദാൻ വന്ന് പതിവ് പോലെ നമ്മൾ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനെ പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക് പ്രത്യേകത. റമദാൻ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുണ്ടാവും, കുറേ വിഭവങ്ങളുണ്ടാവും, കുറേ തീറ്റിയുണ്ടാവും. അല്ലാഹുവിലേക്ക് ചേർക്കുന്ന ഒരു സംവിധാനം, ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും പറയാൻ, ഇല്ല എന്ന് പറയാൻ. ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറിപ്പോയി. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആത്മീയമായ അന്തരീക്ഷമില്ലാത്തൊരു കാലഘട്ടമാണ്. ആത്മീയമായ തലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ ചിന്ത ശകലം പോലും കടന്നു ചെല്ലാത്തൊരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇനി അങ്ങോട്ട് നമ്മളാണ് അതിനെ ഊതി പെരുപ്പിച്ചു കൊണ്ടേണ്ടത്.
നമ്മുടെ വരുന്ന തലമുറയിലേക്ക് ഈ മാസത്തിന്റെയും ഈ ദിവസത്തിന്റെയും ബറക്കത്തുകളെ കുറിച്ചും ഫദീലത്തുകളെ കുറിച്ചും അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അതിനെ അവരിലേക്ക് കൂടി പരിപോഷിപ്പിച്ചെടുത്ത് അവരെയും കൂടി ഒരു ഭാഗമാക്കാൻ നമുക്ക് പറ്റുന്നിടത്താണ് നമ്മുടെ വിജയം. അള്ളാഹു പെരുമാറട്ടെ. ഓരോ മാസവും കടന്നു വരും. അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞു വീണ്ടും റബ്ബ് തആല പറയാണ്, ഇതൊക്കെ ആർക്കാണ് പറഞ്ഞത്? റജബിൽ വിജയിച്ചവർ ശഅബാനിൽ ഉണ്ടാകും, ശഅബാനിൽ വിജയിച്ചു എന്ന് തെളിവുണ്ടാണ് റമദാനിൽ ഉണ്ടാകും. എന്നാൽ ഇത് മൂന്നും ഒരാൾക്ക് കരസ്ഥമായി എന്ന് മനസ്സിലാക്കാൻ എന്താണ് തെളിവെന്നറിയോ? പണ്ഡിതന്മാര് പറയാണ്, ഇത് മൂന്നും ഒരാൾക്ക് കരസ്ഥമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റജബും ശഅബാനും റമദാനും വിജയിച്ചു പോയ പെങ്ങളാണ്, റമദാനും ശഅബാനും വിജയിച്ചു പോയ ഒരു പെങ്ങളെയാണ്. അതുപോലെ റജബും ശഅബാനും റമദാനും വിജയിച്ചു പോയ ഒരു സഹോദരനെയാണ് എന്ന് മനസ്സിലാക്കാൻ റമദാൻ കഴിഞ്ഞാലും ജീവിത വിശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെട്ടവരാണോ പൊരുത്തപ്പെടാത്തവരാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആ സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹ് പറയാണ്, ഫലഹമഹാ ഫുജൂറഹാ വതഖ്വാ, നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള കഴിവ് നാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാണ്, അവരാരാണ്? അവർ വിജയിച്ചവരാരാണ്? ഖദ് അഫ്ലഹ മൻ ദക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചവരാണ് അവർ. മൻ സക്കാഹ, ഹൃദയത്തിനെ ശുദ്ധിയാക്കിയവരാണവർ, കൽബിനെ ശുദ്ധിയാക്കിയവരാണവർ. റജബ് വന്നപ്പോൾ അവർ അല്ലാഹുവിന്റെ മാസമാണെന്ന് പരിഗണിച്ചവരാണവർ. റജബിലേക്ക് പ്രത്യേകമായ ഒരു പവർ കൊടുത്തവരാണവർ. ആ റജബിലൂടെ ശഅബാനിലേക്കും അവർ ഉദകം ചെയ്തവരാണവർ. ശഅബാനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ റമദാനിലേക്ക് മുന്നൊരുക്കം നടത്തിയവരാണവർ. അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്, അവർ തസ്ബീഹ് ചെയ്ത് അവർ വിജയിച്ചവരാണ്. ശരീരത്തിനെ, ആത്മാവിനെ, കുടുംബത്തിനെ, കുടുംബിനികളെ, കുടുംബക്കാരെ, പിഞ്ചുമക്കളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഖുർആനിൽ പറഞ്ഞതുപോലെ സ്വന്തത്തിലേക്ക് പരിതപിച്ച് പോവാതെ, സ്വന്തത്തിലേക്ക് ചുരുങ്ങി പോവാതെ മറ്റുള്ളവരെയും കൂടി പരിഗണിച്ച് കൊണ്ടുപോയവരാണവർ, മുഅ്മിനീങ്ങളാണവർ. അവർ വിജയിച്ചവരാണ്, അവർ തസ്ബീഹ് ചെയ്തവരാണ്. പരാജിതരായ ആൾക്കാരെ കുറിച്ചും പറഞ്ഞ ശരീരം നല്ല ഗുണങ്ങളെ കൊണ്ട് സംസ്കരിച്ചെടുത്തവർ വിജയിച്ചു. അല്ലാഹ് പറയാണ്, ശരീരം നല്ല ഗുണങ്ങളെ കൊണ്ട് സംസ്കരിച്ചെടുത്തവർ വിജയിച്ചു പോയി. ആ സംസ്കരണം നടക്കേണ്ട മാസമാണ് റജബ് മാസം. ആ സംസ്കരണം നമ്മിലേക്ക് വന്ന് ചേരേണ്ട മാസമാണ് റജബ് മാസം. റജബിലാണ് തുടക്കം കുറിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹ് പറയാണ്, ശരീരം നല്ല ഗുണങ്ങളെ കൊണ്ട് സംസ്കരിച്ചെടുത്തവരെ വിജയിച്ചു പോയി. വിജയത്തിന് രണ്ട് ഘടകങ്ങൾ. അങ്ങനെ തങ്ങി ജയിക്കുകയും ചെയ്തത്. വിജയിക്കാൻ എന്നല്ല വേണ്ടത്, വിജയിക്കാൻ പല വഴികളുമുണ്ട്. ഒന്ന്, അല്ലാഹുവുമായുള്ള ഇടപെടലിന് നമ്മുടെ ശരീരത്തിനെ ഒന്ന് ട്രെയിനിങ് ചെയ്യുക. അല്ലാഹുവുമായിട്ടുള്ള ഇടപെടലിൽ നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കാം. അല്ലാഹുവുമായിട്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ പോയി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുണ്ട്. അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹിനെ കണ്ടുമുട്ടാൻ വല്ലാണ്ട് കൊതിച്ചു പോയ പ്രവാചകനാണ് ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. വലിയ ചരിത്രം. ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് പോയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ദാനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിനെ കണ്ടുമുട്ടുക, അല്ലാഹുവുമായി ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കാരില്ല. അതിനുവേണ്ടി ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തിയെടുക്കണം. അല്ലാണ്ട് റബ്ബിലേക്ക് എത്തൂല. അല്ലാണ്ട് നമ്മളിങ്ങനെ പുറമേക്ക് ഇങ്ങനെ ചെയ്യുന്നത്, പക്ഷെ അല്ലാഹുമായിട്ട് കണക്ട് ഉണ്ടാവൂല. അല്ലാഹുമായി കണക്ട് വേണമെങ്കിൽ തസ്ബീഹ് വേണം. അതുകൊണ്ടല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ആഘോഷാരോഹണം ചെയ്യുമ്പോ ആ സംഭവങ്ങളുടെ ഉമർക്കാദി തങ്ങൾ പറഞ്ഞത്, വറഅ അജായിബ അലമിൽ മലകൂതി
وسرائر الناسوت والجبروت أين المدرس مسجد اللاهوت كم من لدني النواب علوما صلوا عليه وسلموا تسليما രാപ്രയാണം ചെയ്യുന്ന സമയത്ത് പല അത്ഭുത കാഴ്ചകളും കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആരംഭകരന്റെ കഷ്ണമായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ജിബ്രീലെ എന്തെല്ലാമാണ് ഈ കാണുന്നത്? പലത് കാണുമ്പോഴും ഒരു ഖബറാണ് കാണാൻ കഴിയുന്നത്. ഒരു ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ വല്ലാത്ത പരിമളമാണ്, വല്ലാത്ത പരിമളം, വല്ലാത്ത സുഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, യാ ജിബ്രീൽ, എവിടുന്നാണ് ഈ പരിമളം വരുന്നത്? എവിടുന്നാണ് ഈ സുഗന്ധം അടിച്ചു വീശുന്നത്? ആരുടെ ഖബറാണത് ജിബ്രീൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ ജിബ്രീൽ പറയുകയാണ് അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ പ്രവാചകനോട് പറയുകയാണ്, യാ സയ്യിദി യാ റസൂലല്ലാഹ്, അതാരുടെ ഖബറാണെന്നറിയുമോ? അത് ഉമ്മയുടെയും രണ്ട് മക്കളെയും ഖബറാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത മറുപടി ഇസ്രാ മിഅ്റാജിന്റെ വേളയിലാണ്. റജബ് മാസത്തിലാണ് ഇത് സംഭവിച്ചത്. റജബ് മാസത്തിൽ ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ പരിശുദ്ധ റസൂൽ പോകുന്ന അവസ്ഥയെക്കുറിച്ച് ഉമർ ഖാദി വിലങ്കൂത്തി വിളിയങ്കോടുകാരനായ മഹാനായ സയ്യിദ് ഉമർ ഖാദി തങ്ങൾ പറഞ്ഞതുപോലെ ആ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല അജബുകളും പല അജായിബുകളും കണ്ടു പോകുമ്പോഴാണ് ഈ ഖബർ കാണാൻ ഇടവരുന്നത്. ആ ഖബർ കണ്ടപാട് ഖബറിന്റെ ഭാഗത്ത് നിന്നുമായി ബൈത്തുൽ മുഖദ്ദസിന്റെ ഏകദേശം അടുത്തായി ഖബർ വരുമ്പോൾ ആ ഖബറിൽ വല്ലാത്ത സുഗന്ധമാണ്. അല്ലാഹു റസൂൽ ചോദിച്ചു, ജിബ്രീൽ, ആരുടേതാണ് ആ ഖബർ എന്ന് പറയുമോ? ജിബ്രീൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, ആ ഖബർ മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ഒരു പെണ്ണിന്റെ ഖബറാണ്. പോരാ, ആ പെണ്ണിന്റെ കൂടെ രണ്ട് മക്കളും ഉണ്ടായിട്ടുണ്ട്. ആ പെണ്ണിന്റെ പേരാണ് മാഷിത ബീവി റളിയല്ലാഹു അൻഹാ. ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ഫിറഔനിന്റെ മകളെ തലവാരിക്കൊണ്ട് കൊടുത്തിരിക്കുമ്പോ ആ ചരിത്രം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, തലവാരിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മാഷിതയുടെ കയ്യിൽ നിന്ന് ചീർപ്പ് താഴോട്ട് വീണുപോയി. ചീർപ്പ് താഴോട്ട് വീണപ്പോ ആ ചീർപ്പെടുക്കാൻ വേണ്ടി മാഷിത കുനിന്റെ സമയമുണ്ട്. കുനിന്റെ ചീർപ്പെടുക്കുമ്പോ മാഷിത ബീവി പറഞ്ഞ ഒരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്കാണ്. അന്ന് നമുക്കുള്ളതുപോലെ എല്ലാവർക്കും പ്രാബല്യത്തിൽ വന്ന വാക്കല്ല, പക്ഷെ ആ വാക്കിന്റെ വലിയ അർത്ഥമുണ്ട്. നമ്മളത് വളരെ നിസ്സാരമായി പറയുന്ന വാക്കാണ്. ഏതാണ് ആ വാക്കെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചീർപ്പെടുക്കാൻ വേണ്ടി മാഷിത ബീവി കുനിഞ്ഞപ്പോ ചീർപ്പെടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയതാണ്. ആ ബിസ്മി ചൊല്ലിയത് കേട്ടതാരാണ്? ഫിറഔനാണ്. ആ ബിസ്മി ചൊല്ലിയതിന്റെ പേരിൽ സ്വന്തം രണ്ട് മക്കളെയും കിളച്ച് കൊള്ളുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കത്തിച്ച് ചമ്പലാക്കി പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് മാഷിത ബീവിയെ കൊലപ്പെടുത്തുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ മഹദിയാണ് മാഷിത ബീവി. ആ മാഷിത ബീവിയുടെ ഖബറാണ്. ആ ഖബറിൽ മാഷിത ബീവിയുടെ കൂടെ രണ്ട് മക്കളുമുണ്ട്. ആ മൂന്ന് പേരുടെയും ഖബറാണ് നബിയ ആ ഖബറിൽ നിന്നാണ് ഈ സുഗന്ധം പരിമളം പരക്കുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെയാണ് മഹാനായ ഉമർ ഖാദി തങ്ങൾ പറഞ്ഞത്, വറഅ ജാനിബ അലമിൽ മലകൂതി വസറായിറ നാസുതി വൽ ജബറൂതി ഐനൽ മുദർരിസ മസ്ജിദൽ ലാഹൂതി കമിൽ ലദുനി നവാഉലുമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവേ, അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഈ മാസവും അതുപോലെ വരാൻ പോകുന്ന ശഅബാനിലും റമദാനിലേക്കും ഞങ്ങൾ നീ എത്തിക്കണേ തമ്പുരാനെ. അതിനു മുമ്പ് ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ല അല്ലാഹ്.
ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനേ, ഞങ്ങളെ രോഗികളാക്കി കടത്തി കളയല്ലേ അല്ലാഹ്. അതുകൊണ്ട് ഉമ്മമാരെ തസ്ബിഹത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാൽ അല്ലാഹ് പറഞ്ഞ ഖദ് അഫ്ലഹ മൻ ദക്കാഹാ എന്ന് അല്ലാഹ് പറഞ്ഞ ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ ചെന്ന് ചേരണമെങ്കിൽ റജബ് മനസ്സിലാക്കണം. റജബിലൂടെ അല്ലാഹനെ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അള്ളാഹുമായി ബന്ധപ്പെടാൻ രണ്ട് കാര്യം. ഒന്ന്, അള്ളാഹുമായി ഇടപെടുന്ന ഒരു ശരീരത്തിന്റെ തസ്ബീഹത്ത് ഉണ്ടാവണം, ട്രെയിനിങ്. രണ്ട്, നമ്മളും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലുകൾ തസ്ബീഹത്ത് ഉണ്ടാവണം. റജബിലാണ് എല്ലാം തീർക്കേണ്ടത്. അതാ രണ്ടാമത്തെ ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്ന് അള്ളയുമായി, ഒന്ന് ഹഖുല്ലാഹ്. അതല്ലേ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത്. ആദ്യമായി വീട്ടേണ്ടത് ഹഖ്ഖാദമിയ്യുൻ, മനുഷ്യന്റെ ഇടപെടലുകളാണ് ആദ്യം തീർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഹഖ്ഖുല്ലാഹ്, അല്ലാഹുമായുള്ള ഇടപെടൽ തീർക്കേണ്ടത്. അല്ലാഹു റസൂൽ പറഞ്ഞതുപോലെയാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അല്ലാഹുമായി ഇടപെടൽ നമ്മുടെ ശരീരം തസ്ബീഹത്ത് ചെയ്യണം. രണ്ടാമത്തത്, നമ്മളും മനുഷ്യരും നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് തസ്ബീഹത്ത് ചെയ്യണം. കടം കൊടുക്കാനുള്ളവർ കടം കൊടുത്ത് വിട്ടാണ് തെറ്റി നിൽക്കുന്ന കുടുംബങ്ങൾ. അല്ലാഹുവേ, ഈ ലോകത്തിന്റെ ശാപമാണത്. നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം കണ്ടുകൂടായ്മയാണ്. ജ്യേഷ്ഠനെ അനിയനെ കണ്ടുകൂടാ, അനിയനെ ജ്യേഷ്ഠനെ കണ്ടുകൂടാ, മക്കൾക്ക് മാതാപിതാക്കളെ കണ്ടുകൂടാ, മാതാപിതാ മക്കളെ കണ്ടുകൂടാ. വല്ലാത്ത ഒരു ഡേഞ്ചറായ, വളരെ മോശമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടല്ല പരിശുദ്ധ റസൂൽ അതും കൂടി പറഞ്ഞത് ഖൈറുൽ ഖുറൂനി ഖർനൻ സുമ്മല്ലദീന യലൂനഹും. 2025 വന്ന് 2025 വരുമ്പോൾ എന്താ സംഭവിച്ചത്? 2024 ഒരു നന്മ 2025 ഉയർത്തപ്പെട്ടു പോയി, ഉയർത്തപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഓരോ വർഷവും ഹാപ്പി ന്യൂ ഇയർ എന്ന് നമ്മൾ പറഞ്ഞ് ആഘോഷിക്കുന്ന സമയത്ത് അല്ലാഹുവേ, ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പടച്ചോനെ, എൻ്റെ ആയുസ്സിലേക്ക് ഒന്ന് കുറഞ്ഞു പോയി, എൻ്റെ വയസ്സ് 40-41 എത്തിപ്പോയി, എന്നാൽ എൻ്റെ കാലടികൾ കബറിലേക്ക് അടുത്തുപോയി എന്നാണ് ഓരോ വർഷങ്ങളും കടന്നു വരുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ ആലോചിക്കുക, ചിന്തിക്കുക. അതുകൊണ്ടല്ലേ പരിശുദ്ധ റസൂൽ പറഞ്ഞത് ഖൈറുൽ ഖുറൂനി ഖർനൻ, ഏറ്റവും നല്ല കാലഘട്ടം എന്റെയും സ്വഹാബത്തിന്റെയും കാലഘട്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചവറുകളാണ്, ചണ്ടികളാണ്. ആ ഒരു സമാന കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാഹുവേ, നന്നാക്കണേ തമ്പുരാനെ, നമ്മുടെ ഈമാനി സലാമത്താക്കണേ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറയാണ്, മനുഷ്യന്മാര് പിണങ്ങി നിൽക്കുന്നവരുടെ കൈ കൊടുത്ത് പൊരുത്തപ്പെടുന്ന പരസ്പരം ഇണങ്ങണേ. മനുഷ്യന്മാര്, കുടുംബക്കാര് പിണങ്ങി നിൽക്കുന്നുണ്ട്. പിണക്കത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പിണക്കത്തോടുകൂടി മരിക്കേണ്ടി വന്നാൽ ആ മയ്യത്ത് അല്ലാഹു തൃപ്തിയില്ലാത്ത മയ്യത്തായി മാറുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ, കുടുംബങ്ങളിൽ നിന്ന് കയറി ചെല്ലണേ. റജബ് മാസം അതിൻ്റെയും കൂടി മാസമാണ്. എല്ലാം ഒന്ന് പൊടിതട്ടി പുതുക്കാനുള്ള മാസമാണ് റജബ് മാസം. എല്ലാം ഒന്ന് പൊടിതട്ടി പുതുക്കാനുള്ള മാസമാണ് റജബ് മാസം. എല്ലാവരെയും വൈരാഗ്യം ഉള്ളിൽ നിന്ന് കളയാനുള്ള മാസമാണ് റജബ് മാസം. അല്ലാഹുവിനെ അറിയാനുള്ള മാസമാണ് റജബ് മാസം. ഇങ്ങനെ പലതുകൊണ്ട് വിശേഷണങ്ങളാൽ മൂടപ്പെട്ട മാസമാണ് റജബ് മാസം. അതുകൊണ്ടാണ് അതിന് പേര് വന്നത് ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്നതിന് പേര് വരാൻ കാരണം തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി റബ്ബിനോട് സ്നേഹം ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടില്ലേ? എല്ലാവരും ആ മാസത്തെ മനസ്സിലാക്കിയവരാണ്. പക്ഷേ മനസ്സിലാക്കി എന്ന് പറയുകയും ആ മാസത്തെ ധിക്കരിക്കുന്നവരാണ് നമ്മിൽ പലരും. പക്ഷേ ഒരു കാര്യമുണ്ട്, അല്ലാഹുമായുള്ള അടുപ്പമുണ്ട്, അല്ലാഹുമായുള്ള ഹക്കിടപാടുണ്ട്. ആ ഹക്കിടപാടിന് മുമ്പ് മനുഷ്യന്മാർ തമ്മിലുള്ള ഹക്കിടപാടുകൾ നീ പറഞ്ഞു തീർക്കണേ എന്ന്, ശരിയാക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരിക്കും അല്ലാഹുവിനെ നിക്കാഹ് കാണാൻ ആഗ്രഹം എല്ലാവരും ആഗ്രഹിക്കുന്നു. അല്ലാഹുവിനെ നിക്കാഹ് ഇപ്പം തന്നെ കാണാൻ നമുക്ക് ആഗ്രഹം, പക്ഷെ ആവില്ല. നാം മരിച്ചതിന് ശേഷം മരണപ്പെടുമ്പോൾ അല്ലാഹുവിനെ നിക്കാഹ് കാണാൻ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹം റബ്ബിന്റെ നിക്കാഹ് കാണാൻ കഴിയും.
ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലെ അള്ളാഹുമായി ഇടപഴകുക, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു കൊതി തോന്നിയ ഒരു പ്രവാചകനെ കഴിയുമ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, റജബിനെ ബഹുമാനിക്കുക, റജബിനെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്തിശ്ആറു അല്ലാഹുവില്ല, റബ്ബിനോട് സ്നേഹം, ആ സ്നേഹത്തിനെ പരിഗണിക്കാനുള്ളത്. അതുകൊണ്ടല്ലേ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് റബ്ബി അരീനി, മൂസ നബി വസ്സലാം ഒരു ആഗ്രഹം പറഞ്ഞു, റബ്ബി അരീനി. അതേ റജബിൽ തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ആഗ്രഹം പറഞ്ഞു, റബ്ബി അരീനി അൻദുറിലേക്ക്, അല്ലാഹുവേ നിന്നെ എനിക്കൊന്ന് കാണണം, എനിക്ക് കാട്ടിത്തരണം, എനിക്ക് ഇതൊന്ന് കാണണം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുകയാണ്, റബ്ബി അരീനി എന്നിലേക്ക് നീ വെളിവാകണം, അല്ലാഹുവേ അൻദുറിലേക്ക്, ഞാൻ നിന്നിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ അല്ലാഹു ആയിക്കോട്ടെ മൂസ വൈക്കോ, തുരിസിന പർവ്വതത്തിന്റെ താഴ്വാരയിലേക്ക് നോക്കണം എന്ന പ്രശ്നം, അടുത്തേക്ക് എന്താ നോക്കണം കേട്ടോ, അടുത്തേക്ക് അന്ന് പറയാണ് മൂസയോട്. അതേ റജബിൽ തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ റജബിലാണ് നമസ്കാരം നമുക്ക് തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ മിഅ്റാജ് നമസ്കാരമാണ്. നമസ്കാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ആരോഹണമാണ്, അതൊരു യാത്രയാണ്, റബ്ബിലേക്കുള്ള മുനാജാത്താണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മഹാനായ ഹബീബുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞ സമയത്ത് അല്ലാഹു പറയാണ്, ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി. അല്ലാഹു ആ പർവ്വതത്തിലേക്ക് നോക്കൂ. അല്ലാഹു പറഞ്ഞു, മൂസ പർവ്വതത്തിലേക്ക് നോക്ക്. ഫഇനിസ്തഖറ മകാനഹു, ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഫസൗഫ തറാനി, ശേഷം എനിക്ക് നിനക്ക് എന്നെ കാണാൻ കഴിയും എന്ന് പറഞ്ഞു. പക്ഷെ കാണാൻ പറ്റിയോ ഇല്ല. കണ്ട ഒരേ ഒരാൾ, ലോകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കാരുണ്യത്തിന്റെ കേദാരമായ നമുക്ക് ഫഖറോടെ, നമുക്കൊന്ന് ആവേശത്തോടുകൂടി പറയാൻ പറ്റിയ, നമുക്കൊന്നുകൂടി സന്തോഷത്തോടുകൂടി പറയാൻ പറ്റിയ ലോകത്ത് ഒരേ ഒരു നേതാവേ ഉള്ളൂ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് പോലെ റബ്ബിനെ മുലാഖാത്ത് ചെയ്ത അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമേ ഉള്ളൂ. പക്ഷേ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആഗ്രഹം പറഞ്ഞു പോയി, ഫൈനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി. അല്ലാഹ് നിരസിച്ചില്ല. അല്ലാഹ് പറഞ്ഞു, മൂസ ആ പർവ്വതത്തിലേക്ക് ഒന്ന് നോക്കണേ മൂസ. അത് അവിടെ നിൽക്കുകയാണെങ്കിൽ, ആ പർവ്വതം അവിടെ ബാക്കിയാവുകയാണെങ്കിൽ, ആ പർവ്വതം ബാക്കിയാകില്ല. അല്ലാഹുവിന്റെ നൂറാനിയ തരങ്ങളോടുകൂടി പർവ്വതം പൊട്ടിപ്പിളർന്ന് തരിശ് പോലെ ഒരു മൺതരി പോലും ബാക്കിയാവാതെ പോയി എന്ന് ചരിത്രം. അല്ലാഹു ഞങ്ങളെ നന്നാക്കി തെരുമാറാവട്ടെ. ആ റബ്ബിന്റെ നൂറ് തജല്ലിയാത്തിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ കണ്ടത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നിസ്സാര ഭാഗ്യവാന്മാരല്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. നാളെ മഹ്ശറ വൻസഭയിൽ ജനങ്ങളെ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോൾ നമ്മളാണ് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ആദ്യം പരിഗണിക്കപ്പെടുകയെന്ന് പണ്ഡിതന്മാർ, മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നത് കാണാം. എത്രയോരം വലിയ നിഅമത്താണ് അല്ലാഹു നമുക്ക് തന്നത്. പക്ഷെ നമുക്കതിന്റെ വലിപ്പം അറിയില്ല. അല്ലാഹുവേ ആ വലിപ്പം മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹ് പറയാ, അങ്ങോട്ട് നോക്കും മൂസേ, ആ പർവ്വതം അത് ബാക്കിയുണ്ടെങ്കിൽ എന്നെ കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞ അർത്ഥം എന്ന് പറയുമോ, അത് ബാക്കിയാവൂല. പക്ഷെ എന്താ സംഭവിച്ചത്? തങ്ങൾ പറയാണ്, ചൂണ്ടിവിരൽ തങ്ങളുടെ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് ചൂണ്ടുവിരൽ ചെറിയ തല്ല് കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്രയേ അല്ലാഹുവിന്റെ പ്രകാശം അങ്ങോട്ട് കടന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് അത് പൊട്ടിപ്പിളർന്നു പോയി, തരിപ്പണമായി പോയെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. പിന്നെന്താണ് സംഭവിച്ചത്? പർവ്വതത്തിന്റെ താഴ്വാരയിലേക്ക് റബ്ബിന്റെ
നൂറ് തജല്ലിയാത്ത് വന്ന സമയത്ത് ജഅലഹു ദഖാ, അത് പൊടി പൊടിയായി പോയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ജഅലഹു ദഖാ, അത് പൊടി പൊടിയായി പോയി. അത് കണ്ടിട്ട് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി നിലംപതിച്ചു പോയി. ഹബീബായ മുഹമ്മദ് മുസ്തഫ കാണിക്കണം അല്ലാഹ് എന്ന് അവിടുന്ന് ദുആ ചെയ്തു. അല്ലാഹു കാണിച്ചു തരാം, പക്ഷേ കാണിച്ചു തരുന്നതിന് മുമ്പ് അത് കാണാനുള്ള കപ്പാസിറ്റി കണ്ണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിനുണ്ടായിരുന്നില്ല. ആ മുഹത്തദലിയാത്ത് കാണുമ്പോഴേക്ക് പർവ്വതം പൊട്ടിപ്പിളർന്നു പോയി. പർവ്വതത്തിന്റെ തായ്മാരയിലേക്ക് റബ്ബിന്റെ നൂറ് തജല്ലിയാത്ത് ഇറങ്ങലോടുകൂടി അത് പൊടിപൊടിയായി പോയി. ഇപ്പോഴും ആ പർവ്വതത്തിന്റെ ശിഖരങ്ങൾ അവിടെയുണ്ട്. ഇപ്പോഴും അവിടെ കാണാൻ പൂരിസീന പർവ്വതത്തിൽ ഒരുപാട് പർവ്വതങ്ങളുണ്ട്. അള്ളാഹനെ കാണിക്കാൻ വേണ്ടി അള്ളാഹ് കൊടുത്ത ആ പർവ്വതം ഇന്നും അവിടെയുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാണിക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ കാണിക്കണേ അല്ലാഹ്. അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി നിലംപതിച്ചു പോയി. അല്ലാഹു പറയുന്നു ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി വൽ അർളു ജമീഅ. അല്ലാഹു പറയുന്നു ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി വൽ അർളു ജമീഅ. അല്ലാഹ് കണക്കാക്കിയ മുഴുവനും ഭൂമി മുഴുവനും ഉണ്ടാകും. എന്നിട്ടോ ഖിയാമത്ത് നാളിൽ അത് മുഴുവനെയും അല്ലാഹു പിടിക്കപ്പെടും. അല്ലാഹുവിന്റെ നൂറാനിയത്ത് ചെറിയൊരു നൂറാനിയത്ത് ഇറങ്ങുമ്പോഴേക്ക് വലിയൊരു പർവ്വത ശിഖരങ്ങൾ മുഴുവനും പൊടിഞ്ഞു പോയെങ്കിൽ അല്ലാഹ് തന്നെ പറയാണ് വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. കോടാനുകോടികൾ ഗോളങ്ങളുള്ള ആകാശത്തിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹയാണ്. ആ റബ്ബിനെ കാണാൻ വേണ്ടിയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞത്. പക്ഷെ കാണുമ്പോഴേക്ക് ബോധരഹിതനായി പോയി. ഇറങ്ങുമ്പോഴേക്ക് ആ പർവ്വതം പൊടിഞ്ഞു പോയി. അവിടെയാണ് പരിശുദ്ധ പ്രവാചകനെ ചെന്ന് കണ്ടത്. അവിടെയാണ് പരിശുദ്ധ പ്രവാചകനെ ചെന്ന് കണ്ടത്. അതുകൊണ്ടല്ലേ സുമ്മ റജബിനെ മനസ്സിലാക്കിയ, അതുകൊണ്ടാണ് പറയുന്നത് ഈ ചരിത്രത്തിൽ ഇത് പറയാൻ കാരണം റജബിനെ മനസ്സിലാക്കിയവൻ അല്ലാഹുവിനെ മനസ്സിലാക്കും. അവനോട് അത്രക്കും ഇഷ്ടമാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ ഈ ചരിത്രം ഇത്രയും പറയാൻ കാരണം ഈ പരിശുദ്ധ റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ മനസ്സിലാക്കിയാൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. റജബിനെ മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹുവിനെ മനസ്സിലാക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചതുപോലെ നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ ഇവിടെയെങ്കിലും നിങ്ങൾ ആഗ്രഹത്തിനെങ്കിലും ആ ആഗ്രഹം നിറവേറ്റപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ വല്ലാണ്ട് ചോദിക്കാൻ മടിക്കണ്ട. ചോദിക്കേണ്ടത് മുഴുവൻ റബ്ബിനോട് തന്നെയാണ്. ചോദിക്കാൻ നമ്മൾ മടി കാണിക്കുന്നതും റബ്ബിനോടാണ്. അതിന്റെ കൂടെ തന്നെ പറയാണ് എന്തെങ്കിലും ഒന്ന് കുറയുകയാണ് നമ്മൾ കുഫ്രിയത്തിലേക്ക് എത്തിപ്പെടുക. എന്നിട്ട് പറയാണ് ഈ റജബ് മാസത്തിൽ ഒരാൾ ഐശ്വര്യമായിട്ട് പിന്നെ എപ്പോഴാണ് ഐശ്വര്യമാവുക? എന്ത് ചോദിക്കും? നമ്മളിങ്ങനെ ചോദിക്കും. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, റബ്ബ് കാണിച്ചു കൊടുത്തു. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. ചോദിക്കുന്നതിന്റെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹു റസൂൽ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അഈനി മിസ്കീന വഅബ്തിനി മിസ്കീന വഹ്ശുനി ഫീ സുംറത്തുൽ മസാകീൻ. എന്തിനാണ് ദുആ കാരണം? ഫഖീറാത്തല്ല അല്ലാഹ്. ഫഖീർ എന്ന് പറഞ്ഞാൽ എന്താ? അയ്യകൂനൽ കുഫ്റ, സത്യനിഷേധത്തിലേക്ക് എത്തിച്ചേരും. അന്ന് മിസ്കീൻ എന്ന് പറഞ്ഞാലോ ഈ റജബ് മാസം അങ്ങനെയാവണം. ഒരുപാട് മിസ്കീന്മാര് അല്ലാഹു നമുക്ക് സംവിധാനിച്ച, നമുക്ക് സമ്മാനിച്ച മാസമാണ്. മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ തിരക്കേടില്ലാത്തയാളാണ്. അതുകൊണ്ട് അങ്ങനെ ദ്വാരുന്നത് ഈ റജബ് മാസം വരുമ്പോൾ നമ്മൾ ആരാധനയിൽ മിസ്കീന്മാരാവണം. ഫക്കീറാവാൻ പാടില്ല.
ഒന്നിലും ഫഖീരത്തരം പാടില്ല. ഫഖീരത്തരം അത് ഇസ്ലാമികപരമായ വിശ്വാസത്തെ ഇല്ലാതെയാക്കപ്പെടുന്ന സംവിധാനമാണെന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഖീരത്തരം പാടില്ല. എന്തിനാ ഫഖീരത്തരം പാടില്ല എന്ന് പറയാൻ കാരണം അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഫഖീരത്തരം പാടില്ല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം കടക്കിടക്കിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅബിനി മിസ്കീന വഹ്ശുർനി ഫീ ദുംറത്തിൽ മസാകീൻ. ഇതുപോലെ റജബ്, ആ റജബിനെ പരിഗണിച്ചുകൊണ്ട് മാത്രം റജബിന് ഒരു പ്രത്യേകതയുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ളത് റജബിന്റെ മഹത്വം. റമദാനും ശഅബാനും പിന്നെ അങ്ങനത്തെ പിന്നെ വന്ന സംഗതികളാണ്. പക്ഷെ റജബ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സംഭവം പറഞ്ഞു. മുദൂർ എന്ന് പറയുന്ന ഒരു ഗോത്രം, മുദൂർ എന്ന് പറയുന്ന ഗോത്രം ലോക ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും അത്രയും നികൃഷ്ടരായ ക്രൂരന്മാരായ മനുഷ്യന്മാരാണ്. ചരിത്രം പറയുന്ന കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ അവർ റജബിനെ ബഹുമാനിച്ചു പറയുന്നത് റജബിന്റെ മഹത്വം പറയാൻ വേണ്ടിയാണ്. അന്ന റജുലൻ ഇദാ റകിബ, ഒരു പുരുഷൻ വാഹനം കയറുകയാണ്, ഫീ തലബി ഖാതല അബീഹി, തന്റെ പിതാവിനെ കൊന്നവനെ തേടിക്കൊണ്ട് മുതിർകാൻ യാത്ര ചെയ്യുകയാണ്. പിതാവിനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടി, പിതാവിനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടി വാളും പിടിച്ചുകൊണ്ട് മുതൽ ഗോത്രക്കാരെ യാത്ര ചെയ്യുമ്പോൾ, ആ യാത്ര ചെയ്യുമ്പോൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അമ്മാടികൾ പോലും ബഹുമാനിച്ച മാസമാണ് റജബ് മാസം. ആ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ട് അവസാനം ശത്രുവിനെ കണ്ടുമുട്ടുന്നു. തന്റെ പിതാവിനെ കൊന്നവനെ കണ്ടുമുട്ടുകയാണ് റജബ് മാസത്തിന്റെ അമ്പിളി മാമത്തിൽ. റജബ് മാസത്തിന്റെ അമ്പിളി മാസത്തിൽ ഉദിച്ചു വരുന്നത് കണ്ടപ്പോ ആ വാൾ തന്റെ ഉറയിലേക്ക് ഇട്ടുപോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി. ബാപ്പാനെ കൊന്നാൻ മുമ്പിൽ കിട്ടി, വെട്ടാൻ ഒരുങ്ങുന്നുണ്ട്. റജബ് മാസം പിറന്നു. അപ്പോൾ തന്നെ വന്നയാൾ കൊല്ലാതെ വാൾ ഉറയിലേക്ക് ഇട്ടുകൊണ്ട് അവരിലേക്ക് നോക്കുക പോലും ചെയ്യാതെ ആ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് അവൻ പിന്തിരിയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? ആ റജബിനെ അത്രത്തോളം അവർ ബഹുമാനിച്ചു. മറ്റേത് മാസം പോലെയല്ല. അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന മാസമാണ് റജബ്. തെറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കണം നമ്മൾ. ഈ റജബ് മാസം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പ്രായശ്ചിത്തമില്ല. അതിന് പെട്ടെന്നാണ് ശിക്ഷ നമ്മളെ വന്ന് കവരുകയെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണയിട്ട് പറയുകയാണ്. റജബാണിത്, ശഅറുള്ളയാണ്, അല്ലാഹുവിന്റെ മാസമാണ്. അള്ളാന്റെ മാസമായതുകൊണ്ട് അള്ളാനെ പരിഗണിക്കുന്നത് പോലെയാണ്. നമ്മൾ ഒരാൾ സാധനം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലോണം നോക്കും. എന്തിനാത്? അത് അയാളുടെ ബഹുമാനം, അയാളുടെ സാധനത്തിനുണ്ട്. ബാക്കിയൊന്നും ഇല്ലാന്നല്ല, ബാക്കിയെല്ലാം അള്ളാഹുവിന്റെ തന്നെയാണ്. പക്ഷെ അതിന് പ്രത്യേകമായി പവർ കൊടുക്കാൻ കാരണം അതിനൊരു പ്രത്യേകത അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ്. ഇനി എന്താ ഇതിന് മാറാൻ ഇതിന് റജബിന് ഒരു പ്രത്യേകതയുണ്ട്. റജബില് ഒരു തെറ്റ് ചെയ്തു പോയാൽ മാരകമായ പരീക്ഷണം നമ്മളെ തേടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റജബിനെ പരിഗണിക്കണേ ഉമ്മമാരെ, റജബിനെ പരിഗണിക്കണേ സഹോദരിമാരെ. ഒന്ന് ശ്രദ്ധിക്കണേ. തെറ്റുകൾ മനഃപൂർവ്വം വന്നു പോകുന്ന അവസ്ഥയിൽ നമ്മളെ കാക്കുമാറാവട്ടെ. അറിയാതെ വന്നു പോകുന്ന തെറ്റുകൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അതുകൊണ്ട് പരിശുദ്ധ റസൂല് പറയുകയാണ്, ആ റജബിൽ ഒരു പ്രത്യേകതയുണ്ട്. റജബിൽ നോമ്പുണ്ട്. റജബിൽ ആ റജബ് 1 മുതൽ നോമ്പെടുക്കുന്നവരുണ്ട്. ഇന്ന ഫിൽ ജന്നതി നഹ്റാ. എന്നിട്ട് പറയാണ് റജബിന്റെ മഹത്വം പറയാണ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ജന്നതി നഹ്റാ. സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ട്. വമൻ സ്വാമ യൗമൻ ബിറജബ്. അതാർക്കാ പുഴ? വമൻ സ്വാമ യൗമൻ ബിറജബ്. റജബിൽ ആരെങ്കിലും നോമ്പ് നോറ്റു കഴിഞ്ഞാൽ സഖാഉല്ലാഹു മിൻ ദാലികൻ നഹർ. ആ പുഴയിൽ നിന്നും ആ പാലിനേക്കാൾ വെളുവെടുത്ത തേനിനേക്കാൾ മാധുര്യമുള്ള ആ പുഴയിൽ നദിയിൽ നിന്ന് അവനിക്ക് കുടിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി.
അതുകൊണ്ട് റജബ് വന്നു കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ നോമ്പെടുക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ആ പരിശുദ്ധ റസൂൽ പറയുകയാണ്, വെറുതെയല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മമാരെ ഇന്ന ഫിൽ ജന്നത്തി നഹ്റാ, സ്വർഗത്തിൽ ഒരു പുഴയുണ്ട്, ഒരു നഹറുണ്ട്, ഒരു നദിയുണ്ട്. പാലിനേക്കാൾ വെളുവെളുത്തതായ തേനിനേക്കാൾ മാധുര്യമുള്ള നദിയാണത്. അതുകൊണ്ട് നോമ്പെടുക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാവണം. ഒന്നുമില്ലെങ്കിലും തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവെങ്കിലും നോമ്പെടുക്കാൻ നാം തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി നഹ്റാ വമൻ സമ യൗമൻ ബിറജബ്. അതാർക്ക് വേണ്ടിയാണ്? റജബിൽ ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ സഖാഹുല്ലാഹു മിൻ ദാലികൽ നഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ നഹറിൽ നിന്ന്, ആ റജബ് മാസം നോമ്പെടുത്തവന് ആ നഹറിൽ വെച്ചുകൊണ്ട് അവനെ കുടിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് റജബ്, ആ റജബ് നമ്മോട് വിട പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം, കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാവണേ. അല്ലാഹുവേ, പരിശുദ്ധമായ റജബിലേക്ക് സ്വീകരിക്കുന്ന ഇബാദത്തുകളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ആ റജബിന്റെ മഹത്വത്തോടു കൂടി ശഅബാനിലേക്ക് ഞങ്ങളെ നീ ബാക്കിയാക്കണേ അല്ലാഹ്. ശഅബാൻ ശഅരിയന്റെ മാസമാണ്, മുത്ത് റസൂൽ പറഞ്ഞ മാസമാണ്. അല്ലാഹുവേ, ആ പൊന്നാര ഹബീബിന്റെ ബറകത്തുകൊണ്ട് ശഅബാനിലൂടെ റമളാനിലേക്ക് ഞങ്ങളെ നീ ബാക്കിയാക്കണേ അല്ലാഹ്. റമളാനിലേക്ക് ഞങ്ങളെ നീ ബാക്കിയാക്കണേ അല്ലാഹ്. നമ്മുടെ ശരീരം തളർത്തി കളയല്ലേ റഹ്മാനെ, രോഗം തന്ന് തളർത്തല്ലേ റഹ്മാനെ, അസുഖം തന്ന് തളർത്തല്ലേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ അഹലുകാരെ നീ കാക്കണേ അല്ലാഹ്.